ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവക്ക മെഴുക്ക് പുരട്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഒട്ടും തന്നെ കയ്പുണ്ടാവുകയുമില്ല. പാവക്ക കഴിക്കാത്തവർക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള, ഒരു പാവക്ക, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം പാവക്ക നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കട്ടിക്കാണ് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് പാവക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാവക്ക ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.